രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നത് കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, സങ്കടകരമായ വാർത്തയാണ്. സാധാരണയാണെങ്കിൽ ഈ സ്കൂൾ ബസ്സിനകത്ത് ആയമാരുടെ സേവനം, അതുപോലെ കുട്ടികൾ എത്തുന്ന സമയത്ത് സ്കൂൾ കോമ്പൗണ്ടിൽ ടീച്ചർമാരുടെയും ആയമാരുടെയും ഒക്കെ സേവനം ഉണ്ടാവുന്നതാണ്. ഇതെന്താണ് സംഭവിച്ചത്? വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. വിവരങ്ങൾ എന്താണ്? പുതിയ വിവരങ്ങൾ എന്താണ് രാഹുൽ വിജയൻ? പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുക. എന്തായാലും പ്രാഥമിക പരിശോധനയിൽ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലും ഈ ആയമാർക്കും അതുപോലെ തന്നെ ആ ബസ്സിലുണ്ടായിരുന്ന അധ്യാപകർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്ലേ സ്കൂൾ വിദ്യാർത്ഥിയാണ്. ഈ ബസ്സിൽ നിന്നിറങ്ങിയ കുട്ടി ക്ലാസ്സിൽ എത്തുന്നതുവരെയുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും അവർക്കാണ്. ഈ കുട്ടികൾ എങ്ങനെ ഈ രണ്ടുപേരും ബസ്സിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വഴിയിലൂടെ ഓടിപ്പോയി, അതിനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പ്രത്യേകമായി അന്വേഷിക്കേണ്ടതാണ്. അത് ഗുരുതര വീഴ്ച തന്നെയാണ്. ആ വീഴ്ച ഈ സ്കൂൾ മാനേജ്മെന്റും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകളും അന്വേഷണങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. ഹെയ്സലും അതുപോലെ തന്നെ അനയും, ഈ രണ്ട് കുട്ടികളും ബസ്സിൽ നിന്നിറങ്ങി ക്ലാസ്സിലേക്ക് മറ്റൊരു വഴി, സാധാരണ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ കയറി സ്കൂൾ കെട്ടിടത്തിനകത്ത് കയറിയതിനു ശേഷമാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. ഇത് സ്കൂളിന്റെ പുറത്തൂടെ തന്നെ ഈ ക്ലാസ്സിലേക്ക് ഓടി പോവുകയായിരുന്നു. അപ്പോൾ മുൻപിലുണ്ടായിരുന്ന ബസ് തട്ടിയിടുകയും ഈ കുട്ടികളുടെ ദേഹത്തൂടെ കയറി ഇറങ്ങുകയായിരുന്നു. ഈ ഹെയ്സൽ തൽക്ഷണം തന്നെ മരിക്കുകയായിരുന്നു. ഈ അനയ്ക്ക് കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹെയ്സലിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും പറയാനുള്ളത്. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. ഇന്ന് രാവിലെ കളിച്ച് ഉല്ലസിച്ച് ചിരിച്ച് സ്കൂളിലേക്ക് പോയതാണ്. തിരികെ ഈ സമയത്ത് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തേണ്ടതായിരുന്നു. ആ യാത്ര അത് മുടങ്ങി ഒരു മരണം സംഭവിച്ചു. അത്യന്തം സങ്കടകരമായ ഒരു അപകടത്തിലാണ് ആ ജീവൻ നഷ്ടപ്പെട്ടത്. 4 വയസ്സുകാരിക്ക് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. റിജിത്ത്, രാഹുൽ, ഈ കുട്ടിയുടെ മൃതദേഹം എവിടെയാണുള്ളത്? ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ എങ്ങനെയാണ് രാഹുൽ? റിജിത്ത്, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മൃതദേഹം അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യമൊരുക്കും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തായാലും പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് തടിയമ്പാട് വാഴത്തോപ്പ് കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. റിജിത്ത്, ശരി. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. 4 വയസ്സുകാരിക്കാണ് ജീവൻ നഷ്ടമായത്. അതുപോലെ ഒരു കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. മരിച്ച കുട്ടിയുടെ സംസ്കാരം നാളെ നടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.